ആസ്ട്രോ ഹീലിംഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു മനുഷ്യന് അനുഭവിക്കാവുന്ന ഏറ്റവും ആഴത്തിലുള്ള മുറിവുകളിൽ ഒന്നാണ് വഞ്ചന അല്ലെങ്കിൽ ചതി. ഇത് നിങ്ങളുടെ ഹൃദയത്തെ മാത്രമല്ല തകർക്കുന്നത്, ഇത് നിങ്ങളെ തന്നെ പിടിച്ചുകൊലുക്കും. ഇതുവരെ ഉണ്ടായിരുന്ന നിങ്ങളുടെ വിശ്വാസത്തെ, ചിന്തകളെ, നിങ്ങളുടെ അടിസ്ഥാനത്തെ തന്നെ പിടിച്ചുകുലുക്കാൻ ഇതിന് സാധിക്കും. വഞ്ചന വരുന്നതും നിങ്ങൾ അത്രയധികം വിശ്വസിച്ചിരുന്ന വ്യക്തികളിൽ നിന്നുമായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ വളരെയധികം സ്നേഹിച്ചിരുന്ന, അല്ലെങ്കിൽ ആർക്ക് വേണ്ടിയാണോ നിങ്ങൾ പലതും സഹിച്ചത് അവരിൽ നിന്നും തന്നെ ആയിരിക്കും. എന്നാൽ നിങ്ങളൊന്ന് മനസ്സിലാക്കുക, ദൈവം ഇതെല്ലാം കണ്ടു. ഈ വഞ്ചന അല്ലെങ്കിൽ ഈ ഒരു വേദന നിങ്ങളുടെ ജീവിത ലക്ഷ്യം നിങ്ങളെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ ജീവിതയാത്രയിൽ വെച്ചിരുന്ന ഒന്നായിരുന്നു. ഈ വഞ്ചന നിങ്ങളെ തളർത്തിയിരിക്കാം, എന്നാൽ ഇത് ഉണ്ടായത് നിങ്ങളെ ഉയർത്തുന്നതിന് വേണ്ടിയാണ്. നിങ്ങൾക്ക് ഒരു ജീവിത ലക്ഷ്യമുണ്ട് ഈ ഭൂമിയിൽ വന്നതിന്. ആ ലക്ഷ്യം നിങ്ങളെ മനസ്സിലാക്കിപ്പിക്കാൻ ഈ ബിട്രയൽ ഒരു കാരണമാകുന്നു എന്ന് മാത്രം. അതുപോലെ നിങ്ങൾ സപ്പോർട്ട് ചെയ്തിരുന്ന അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിച്ചിരുന്ന വ്യക്തികൾ നിങ്ങൾക്കെതിരെ തിരിയുമ്പോൾ അത് വേദന തന്നെയാണ്. എന്നാൽ ആ വേദന നിങ്ങളെ കാർന്നു തിന്നാൻ അനുവദിക്കരുത്. അത് നിങ്ങളെ കൂടുതൽ ശക്തരും ബുദ്ധിമാന്മാരും കൂടുതൽ സ്പിരിച്വലി ദൈവവുമായി അടുക്കാനുമുള്ള ഒരു ഡിവൈൻ സെപ്പറേഷൻ ആണെന്ന് മനസ്സിലാക്കുക. ആ വ്യക്തികളെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ദൈവം അകറ്റിയതിന് ഒരു കാരണമുണ്ടാകാം. ആ കാരണം നിങ്ങളെ എത്തിക്കുന്ന സ്ഥലത്ത് അവരെ കൊണ്ടുപോകാത്തത് കൊണ്ടാകാം. നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്ന ഈ ഒരു വഞ്ചന അല്ലെങ്കിൽ ഈ ഒരു വേദന ഒരിക്കലും ഒരു അവസാനമല്ല. ഈ ഒരു ചതി നിങ്ങളുടെ ജീവിതത്തിൽ പല നല്ല കാര്യങ്ങളും നടക്കുന്നതിന് മുന്നോടിയായിട്ട് സംഭവിച്ചതാണ്. അതുപോലെ തന്നെ അവർ നിങ്ങളുടെ അധഃപതനത്തിന് വേണ്ടി ചെയ്തതെല്ലാം ഈശ്വരൻ നിങ്ങളുടെ നല്ലതിനായി മാറ്റുന്നു. ചിലപ്പോഴൊക്കെ ഈ വഞ്ചനകൾ, ചതികൾ നിങ്ങൾക്ക് ഒളിഞ്ഞിരിക്കുന്ന പല ഉദ്ദേശങ്ങളും പല വ്യക്തികളെയും മനസ്സിലാക്കാൻ സഹായിക്കും. നിങ്ങൾക്ക് സത്യം മനസ്സിലാക്കാൻ അല്ലാതെ പലപ്പോഴും സാധിക്കാത്തത് നിങ്ങൾ അത്രയും നിഷ്കളങ്കരായത് കൊണ്ടാണ്. നിങ്ങളെപ്പോലെ തന്നെയാണ് എല്ലാവരുമെന്ന് കരുതുന്നത് കൊണ്ടാണ്. എന്നാൽ ഇവിടെ അവരുടെ മുഖം മൂടികൾ എല്ലാം ഭഗവാൻ എടുത്തു കളഞ്ഞു. മറ്റുള്ളവരെ കണ്ണടച്ച് വിശ്വസിക്കുന്നത് നിങ്ങൾ വിഡ്ഢികളായതുകൊണ്ടല്ല. സത്യങ്ങൾ പുറത്തു വന്നപ്പോൾ നിങ്ങൾ പ്രതികരിച്ചതോ ഒന്നും നിങ്ങൾ ഓവർ റിയാക്ട് ചെയ്തതല്ല. നിങ്ങളിലുണ്ടായ ആ ഒരു ഫീലിംഗ് സത്യമാണ്. എന്നാൽ ഇതൊന്നും ഒന്നിൻ്റെയും അവസാനമല്ല. നിങ്ങളുടെ വേദനകളെ, വിഷമങ്ങളെ എല്ലാം മാറ്റാൻ കഴിവുള്ള ഒരു ഹീലറാണ് ഈശ്വരൻ. നിങ്ങൾക്കുണ്ടായ മുറിവുകൾ എല്ലാം ഉണങ്ങും. നിങ്ങളിൽ നിന്നും നഷ്ടപ്പെട്ട നിങ്ങളുടെ എനർജി വീണ്ടും നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരും. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, മനുഷ്യർ നിങ്ങളെ തള്ളിക്കളഞ്ഞേക്കാം, പക്ഷേ ഈശ്വരൻ നിങ്ങളെ ചേർത്ത് പിടിക്കും. അതുപോലെ അവർ നിങ്ങൾക്കെതിരെ നുണകൾ പറഞ്ഞ് പരത്തിയേക്കാം, എന്നാൽ ദൈവം എല്ലാ വഞ്ചനയിൽ നിന്നും ചതികളിൽ നിന്നും നിങ്ങളെ സംരക്ഷിക്കും. നിങ്ങൾക്ക് വില തന്ന് മതിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് നേരിട്ട ഈ ചതി, ഈ വഞ്ചന ഒരിക്കലും നിങ്ങളുടെ വില കുറയ്ക്കുകയല്ല, മറിച്ച് അവരുടെ തനിനിറം പുറത്തു കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ദൈവം നിങ്ങളെ ആ വേദനയിൽ നിന്നും പുറത്തു കൊണ്ടുവന്ന് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കും. നിങ്ങളിൽ ചിലർ ആ ടോക്സിക് ആയിട്ടുള്ള സാഹചര്യത്തിൽ ഒരുപാട് നാൾ നിന്നതായി കാണാം. അത് നിങ്ങളുടെ സത്യസന്ധത കൊണ്ടാണ്. എന്നാൽ ഈ ചതിയാണ് നിങ്ങളെ അതിൽ നിന്നും പുറത്തു കടക്കാനോ അല്ലെങ്കിൽ അവരുടെ തനിനിറം മനസ്സിലാക്കാനോ ഒക്കെ സഹായിച്ചത്. അത് നിങ്ങളെ ദൈവത്തിലേക്ക് കൂടുതൽ അടുപ്പിക്കുകയും ചെയ്തു. അത് നിങ്ങളിൽ ഇന്ന് പല മാറ്റങ്ങളും സൃഷ്ടിച്ചു. കൂടുതൽ സ്പിരിച്വലി അടുക്കാൻ ഒരു കാരണമായി എന്ന് പറയാം. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത പല രീതിയിലും ഇന്ന് നിങ്ങൾ വളരുകയാണ്. ഒരിക്കലും വീണ്ടും ഇനി തിരിച്ചു പോയ ആ കാര്യങ്ങൾ വീണ്ടും കൂട്ടി ഉറപ്പിക്കാൻ നോക്കാതെ ഇരിക്കുക. ഈ വഞ്ചന സത്യം തന്നെയാണ്, അല്ലാതെ ഒരു കൺഫ്യൂഷൻ അല്ല എന്ന് എപ്പോഴും നിങ്ങൾ ഓർക്കുക. ഈ ഒരു ബന്ധം ഒരിക്കലും കമ്മിറ്റ്മെൻ്റ് ഉള്ള അല്ലെങ്കിൽ സത്യസന്ധമായ ഒന്നായിരുന്നില്ല. അത് കണ്ടീഷണൽ ആയിരുന്നു.
അവരെ പോകാൻ അനുവദിക്കുക. നിങ്ങൾ നിങ്ങളുടെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുക. അവരോട് ക്ഷമിക്കുന്നത് ഒരിക്കലും വീണ്ടും അവർക്ക് നിങ്ങളുടെ ജീവിതത്തിൽ പ്രവേശനം കൊടുക്കുന്നതല്ല. നിങ്ങളുടെ വിശ്വാസത്തെ നശിപ്പിച്ച ആരെയും നിങ്ങളുടെ ജീവിതത്തിൽ വീണ്ടും കൊണ്ടുവരേണ്ടതില്ല. എന്നാൽ നിങ്ങളുടെ ഉള്ളിലുണ്ടായ ആ ദേഷ്യം അല്ലെങ്കിൽ ആ ഒരു വിഷമമെല്ലാം നിങ്ങൾ റിലീസ് ചെയ്യേണ്ടതുണ്ട്. അപ്പോഴാണ് നിങ്ങൾക്ക് പൂർണ്ണമായും ഇനിയുള്ള അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങാൻ സാധിക്കുന്നത്. ഈ ചതി നിങ്ങൾ കൂടെ കൊണ്ട് നടക്കരുത്. അത് നിങ്ങളിലേക്ക് വരുന്ന അനുഗ്രഹങ്ങളെ ബ്ലോക്ക് ചെയ്യാം. അതുകൊണ്ട് ആ വികാരങ്ങളെ എല്ലാം നിങ്ങൾ റിലീസ് ചെയ്ത് കളയേണ്ടതുണ്ട്. ജീവിതത്തിൽ 2 പടി ഉയരുന്നതിന് ചിലപ്പോഴൊക്കെ ഒരു വീഴ്ച ഒരു കാരണമാകാം. അതുപോലെ തന്നെ നിങ്ങളോട് കള്ളം പറഞ്ഞ, നിങ്ങളെ ഒറ്റയ്ക്കാക്കിയ, നിങ്ങൾക്കെതിരെ തിരിഞ്ഞ ആരും തന്നെ നിങ്ങളുടെ ആ അനുഗ്രഹങ്ങൾക്ക് കൂടെ നിൽക്കാൻ ഉള്ളവരല്ല. അവർ നിങ്ങളെ തകർക്കാൻ വേണ്ടി ചെയ്യുന്നത് ഭഗവാൻ നിങ്ങളെ ഉയർത്താൻ വേണ്ടി ഉപയോഗിക്കും. ഈ വഞ്ചന നിങ്ങളുടെ കഥയുടെ അവസാനമല്ല, നിങ്ങളുടെ കഥയുടെ തുടക്കമാണെന്നുള്ളത് അവർക്ക് ഇന്നറിയില്ല. അതുപോലെ തന്നെ നിങ്ങളുടെ ഫോക്കസ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ വലിയ ലക്ഷ്യത്തിൽ മാത്രം ആക്കുന്നതിന് ഈ ചതി നിങ്ങളെ സഹായിക്കും. അല്ലെങ്കിൽ ഈ ഒരു വേദന നിങ്ങളെ അതിന് പ്രാപ്തരാക്കും. നിങ്ങൾ ഇന്ന് മനുഷ്യരെക്കാൾ ദൈവത്തിൽ ആശ്രയിക്കാൻ തുടങ്ങി. നിങ്ങൾ നിങ്ങളുടെ സ്പിരിച്വൽ കണ്ണുകളിലൂടെ കൂടുതൽ കാണാൻ തുടങ്ങി, കൂടുതൽ വിവേകമുള്ളവരായി. ഭാവിയിൽ ആരെങ്കിലും നിങ്ങൾക്കെതിരെ കെണിവെക്കാനൊരുങ്ങിയാൽ നിങ്ങളുടെ ഈ വിവേകം നിങ്ങളെ അതിൽ നിന്നെല്ലാം സംരക്ഷിക്കും. അനാവശ്യമായി ഇമോഷണൽ ആകുന്നത് എല്ലാം നിങ്ങൾ നിർത്തി. ഇതെല്ലാം നിങ്ങളിൽ വന്ന വലിയ മാറ്റങ്ങൾ തന്നെയാണ്. ജസ്റ്റിസ് നിങ്ങൾക്ക് വേണ്ടി വരുന്നു. ആ ന്യായം വിധിക്കുന്നത് ഈശ്വരനായിരിക്കും. അനാവശ്യമായ റിവഞ്ച് ചെയ്യണം എന്നുള്ള ചിന്തകൾ നിങ്ങളുടെ എനർജി നശിപ്പിക്കാൻ ഉപയോഗിക്കാതെ ഇരിക്കുക. അവർക്കുള്ളത് അവർ ഓൾറെഡി നട്ടുകഴിഞ്ഞു. കർമ്മ എന്ന് പറയുന്നത് സത്യമാണ്. നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മവും യൂണിവേഴ്സിൽ ഓൾറെഡി റെക്കോർഡഡ് ആണ്. അവർ ഒളിഞ്ഞു ചെയ്തതും നിങ്ങൾ തെളിഞ്ഞു ചെയ്തതും എല്ലാം ആരും അറിയാതെ അവർ കുഴിച്ചിട്ടത് അവർക്ക് അതിൻ്റെ വിളവ് കിട്ടുന്നത് പബ്ലിക്കായിട്ടായിരിക്കും, എല്ലാവരുടെയും മുന്നിൽ വച്ചായിരിക്കും. ഈ വേദനകൾ മാറി വലിയ ഒരു വിജയം നിങ്ങളിലേക്ക് എത്തുമ്പോഴും വിനയമുള്ളവരായി താഴ്മയോടെ ഇരിക്കുക. നിങ്ങളുടെ സ്വഭാവം മാറ്റാൻ ഒന്നിനെയും അനുവദിക്കരുത്. അത് വിജയത്തിനെ പോലും അനുവദിക്കരുത്. ഈ വഞ്ചനയിലുണ്ടായ പെയിൻ നിങ്ങളെ കൂടുതൽ ശുദ്ധീകരിക്കട്ടെ. നിങ്ങൾ എങ്ങനെ പ്രതികരിച്ചു എന്നുള്ളത് ദൈവം കണ്ടു. നിങ്ങൾ പ്രതികാരം ചെയ്യാത്തത് ദൈവം കണ്ടു. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ സമയം, സാഹചര്യങ്ങൾ, സ്നേഹം എന്താണോ നിങ്ങൾക്ക് നഷ്ടമായത് അത് ഇരട്ടിയായി നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന എല്ലാ ഫേക്കായ കാര്യങ്ങളും വ്യക്തികളെയും മാറ്റിക്കൊണ്ട് അവിടെ വിശ്വസ്തരായ വ്യക്തികളെ കൊണ്ടുവരും. യഥാർത്ഥ സ്നേഹം നിങ്ങളുടെ അടുത്തേക്ക് വരുന്നു. റിയലായിട്ടുള്ള ഫ്രണ്ട്സ് നിങ്ങളിലേക്ക് വരുന്നു. നിങ്ങളുടെ ജീവിതത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യം എന്താണെന്ന് നിങ്ങൾ തിരിച്ചറിയാൻ പോകുന്നു. ഈ വഞ്ചനയാണ് നിങ്ങളുടെ വഴി നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കാരണമായത്. ഇനി വരുന്നത് വളരെ ശക്തമായതും അത്ര പ്യുവർ ആയതും യൂണിവേഴ്സിൽ നിന്നും വരുന്നതുമാണ്. അതുപോലെ തന്നെ നിങ്ങളെന്ന് പറയുന്നത് ഒരിക്കലും അവർ നിങ്ങളോട് ചെയ്തതല്ല. നിങ്ങളെന്ന് പറയുന്നത് ഹയർ സെൽഫ് നിങ്ങളിലൂടെ ചെയ്യാൻ പോകുന്നതാണ്. നിങ്ങളെ കണ്ട് മറ്റുള്ളവർ പറയും, യൂണിവേഴ്സ് തിരഞ്ഞെടുത്ത വ്യക്തികളെ ആര് ചതിച്ചാലും വഞ്ചിച്ചാലും കഷ്ടപ്പെടുത്തിയാലും അവരെ തകർക്കാൻ പറ്റില്ല എന്ന്. അവർ ഉയർന്നു വരും എന്നുള്ളത്, അത് അവരെ കൂടുതൽ ശക്തരാക്കുമെന്ന്, അവരെ വീണ്ടും പുതിയ മനുഷ്യനാക്കി മാറ്റുമെന്ന്, അവരെ അത് ഉയർച്ചയിലേക്ക് എത്തിക്കുമെന്ന്. അതുപോലെ പല മഹാന്മാരും ലോകമറിഞ്ഞതും ഉയർന്നു വന്നതും ചതിയിൽ നിന്നും നഷ്ടങ്ങളിൽ നിന്നും തന്നെയായിരുന്നു. ദൈവം നിങ്ങൾക്ക് വേണ്ടി നിശ്ചയിച്ചു വെച്ച ഒന്നും തന്നെ തകർക്കാൻ നിങ്ങളുടെ ശത്രുക്കൾക്ക് ആകില്ല.
നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ സംഭവിച്ചത് ഒന്നും തന്നെ നിങ്ങൾ അർഹിക്കുന്നത് ആയിരുന്നില്ല. എന്നാൽ യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടി കരുതി വച്ചിരിക്കുന്നത് നിങ്ങൾ അർഹിക്കുന്നതാണ്. നിങ്ങളെ വേദനിപ്പിച്ചവർ നിങ്ങളുടെ ഉയർച്ച അവരുടെ കണ്ണുകൾ കൊണ്ട് കാണും. നിങ്ങൾക്ക് ഒരു വാക്ക് പോലും പറയേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ തിളക്കം അത് സംസാരിക്കും. അതുപോലെ നിങ്ങളുടെ ജീവിതം ഒരിക്കലും ഒരു ട്രാജഡി ആയിരുന്നില്ല, അത് ഒരു വിജയമാണ്. നിങ്ങൾ യൂണിവേഴ്സിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട സംരക്ഷിക്കപ്പെട്ട വ്യക്തിയാണ്. നിങ്ങളുടെ ജീവിതത്തിലുണ്ടായ ഈ വേദനകൾ നിങ്ങളുടെ സ്റ്റോറിയുടെ തുടക്കം മാത്രമായിരുന്നു. അത് നിങ്ങളുടെ വിജയത്തോടെയാണ് അവസാനിക്കുന്നത്. വിശ്വസിച്ച് മുന്നോട്ട് പോവുക. നിങ്ങളുടെ വേദനകളെ യൂണിവേഴ്സ് നിങ്ങളുടെ പവറാക്കി മാറ്റുകയാണ്. ഇത് നിങ്ങളുടെ ഡിവൈൻ ബിഗിനിങ് ആണ്. ധൈര്യത്തോടെ നിൽക്കുക. നിങ്ങൾ ഈ വേദനയെ അതിജീവിക്കുക മാത്രമല്ല ചെയ്യുന്നത്, നിങ്ങൾ ഇതിൽ നിന്നും ഉയരുകയാണ്. ഇതുവരെ ഉണ്ടായിരുന്നതിൽ കൂടുതൽ ശക്തരായി ബുദ്ധിയുള്ളവരായി ഉയരുകയാണ്. യൂണിവേഴ്സ് എല്ലാം കണ്ടു. എല്ലാം നിങ്ങൾക്ക് അനുകൂലമായി വരാൻ പോകുന്നു. ഇനി നിങ്ങൾ ഈ പ്രാർത്ഥന എന്നോടൊപ്പം പറയുക. നിങ്ങൾക്ക് അവിടെ വേണമെങ്കിൽ ഈശ്വരനെന്നോ ഭഗവാനെന്നോ യൂണിവേഴ്സെന്നോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ദൈവത്തെ, ആ ഒരു ഹയർ പവറിനെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് വിളിക്കാം. ഞാൻ അങ്ങയുടെ മുൻപിൽ വന്നത് വളരെയധികം വേദനയോടെ മുറിവേറ്റ മനസ്സുമായി ആണ്. ആ വേദന വലുതാണ്. ചില സമയങ്ങളിൽ എനിക്കത് താങ്ങാൻ കഴിയുന്നില്ല. എന്നാൽ ഞാനിതിപ്പോൾ അങ്ങയുടെ കൈകളിൽ ഏൽപ്പിക്കുന്നു. വേദനിക്കുന്ന ഹൃദയങ്ങളെ സുഖപ്പെടുത്താൻ കഴിയുന്ന ഹീലറാണ് അങ്ങ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ അങ്ങയുടെ കയ്യിൽ എനിക്ക് ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത പേരുകളെയും ഓർമ്മകളെയും മുറിവുകളെയും നൽകുന്നു. എനിക്ക് ഇനി ഇത് കൊണ്ടു നടക്കാൻ കഴിയില്ല. ഈ സംശയം, ഈ ദേഷ്യം ഒന്നും. ഞാനിപ്പോൾ അവരോട് ക്ഷമിക്കുന്നത് അവരത് അർഹിക്കുന്നത് കൊണ്ടല്ല. ഞാൻ അവരോട് ഫൊർഗീവ് ചെയ്യുന്നത് ഞാൻ സമാധാനം അർഹിക്കുന്നത് കൊണ്ടാണ്. ഞാനിതെല്ലാം അങ്ങയുടെ കൈകളിൽ നൽകുന്നു. ഞാൻ ബലഹീനമായി ഇരിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും എന്നെ ശക്തനാക്കുക. അങ്ങയുടെ സംരക്ഷണത്തിൽ എന്നെ നിർത്തുക. എനിക്ക് ആരുമില്ല എന്ന് എനിക്ക് തോന്നിയാൽ അങ്ങ് എൻ്റെ അടുത്ത് ഉണ്ട് എന്ന് എന്നെ ഓർമ്മപ്പെടുത്തുക. എന്നെ ആരെങ്കിലും റിജക്റ്റ് ചെയ്യുമ്പോൾ ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണെന്ന് എന്നെ ഓർമ്മപ്പെടുത്തുക. അതുപോലെ നിങ്ങളുടെ പെയിൻ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ അല്ലെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യം കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുക. ഈ ബിട്രയൽ നിങ്ങളെ കൂടുതൽ ശക്തരാക്കാനും ദൈവത്തോട് കൂടുതൽ അടുക്കാനും ഉയരങ്ങളിൽ എത്താനും സഹായിക്കട്ടെ. വീണ്ടും ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.